ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലയിലെ സിറ്റിംഗിൽ 33 പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. 7 പരാതികൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. 3 പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സിറ്റിംഗിലേക്ക് 23 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ്. കുടുംബ അന്തരീക്ഷത്തിൽ രമ്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്തുണ്ടാവുന്നത്. കുടുംബ അന്തരീക്ഷം രമ്യമാക്കി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള താഴെ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കമ്മീഷൻ കാണുകയാണ്. എല്ലാ വാർഡ് തലത്തിലും എങ്ങനെയായിരിക്കണം ആരോഗ്യകരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്താൻ ജില്ലാതലത്തിലുള്ള ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത് ഉചിതമായിരിക്കും എന്ന് കമ്മീഷൻ കാണുകയാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ്. ഒത്തു ചേർന്നുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവാത്ത ഒരു സാഹചര്യം സമൂഹത്തിൽ പൊതുവെ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മീഷന്റെ അഭിപ്രായം. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സമീപനം സ്വീകരിക്കുന്ന മക്കൾക്കെതിരായിട്ടുള്ള പരാതികളും കമ്മീഷന്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗാർഹിക അന്തരീക്ഷം, ഗാർഹിക ചുറ്റുപാടുകൾ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഗാർഹിക ചുറ്റുപാടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നാനാ തരത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരാതി പരിഹാര സംവിധാനം ഉണ്ടാവണം എന്ന് അനുശാസിക്കുന്ന ഒരു നിയമം നിലവിൽ വന്നിട്ട് 11 വർഷങ്ങളാവുകയാണ്. പോഷ് ആക്ട് എന്ന പേരിൽ 2013 രൂപീകൃതമായിട്ടുള്ള നിയമം ഇന്നും 10 വർഷങ്ങൾക്കിപ്പുറവും തൊഴിലിടങ്ങളിൽ പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നുള്ളത് തീർച്ചയായും കേരളീയ സമൂഹത്തിന് ഒട്ടും ഒരു ഭൂഷണമല്ലാത്ത കാര്യമായിട്ട് കാണുകയാണ്. എല്ലാ സ്കൂളുകളിലും കൃത്യമായിട്ട് ഈ PTA പ്രവർത്തനം സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനവും അധികാര പരിധിയും സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കത്തക്ക വിധത്തിൽ ആ സർക്കുലർ പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവണം എന്ന് ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുള്ള റെക്കമെൻഡേഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം, അധ്യാപക സൗഹൃദ അന്തരീക്ഷം, അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരു ഒറ്റ മനസ്സോടുകൂടി നമ്മുടെ വിദ്യാലയങ്ങളുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് ഉതകുന്ന സാഹചര്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് കമ്മീഷൻ കാണുന്നത്.